പൊന്നു മക്കളെ, ഇത്രയും വലിയ കല്യാണത്തിൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ വ്ളോഗ് കാണുന്നവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ നന്ദിട്ട് വ്ളോഗറാണ്. വെൽക്കം കേട്ടോ നന്ദിട്ട് വ്ളോഗിലേക്ക്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പന ഭാഗത്താണ്. ഇവിടെ ഒരു ഗംഭീര കല്യാണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ തന്നെ പറയണം. അവരുടെ റിസപ്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളും അതിൻ്റെ തന്നെ എന്തൊരു ഗംഭീരമായിട്ടാണ് ഇവർ ചെയ്തതെന്ന് കാണണം മക്കളെ. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി, പറയാൻ തന്നെ പറ്റുന്നില്ല. അമ്മാതിരി ഞെട്ടി. കാരണം ആ ആംബിയൻസും ആ ഡാൻസും ചെക്കൻ കുതിരപ്പുറത്ത് വരുന്നതും അതേപോലെ ലംബോർഗിനി കാറിലൊക്കെയാണ് പെങ്ങൾ വന്നത്. എൻ്റെ പൊന്നു മക്കളെ, ശരിക്കും പറഞ്ഞാൽ ഞെട്ടു. നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന ഒരു ഇതില്ലേ, അതുപോലെ ഇനി കല്യാണം എന്ന് പറയണം. ശരിക്കും അമ്മാതിരി കല്യാണം. ലംബോർഗിനി കാറുണ്ടാവും, ഇനിയും പൊട്ടും അങ്ങനത്തെ കാര്യങ്ങൾ. എൻ്റെ പൊന്നെ സീന് കണ്ട് കുറച്ച് നേരം ആ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൗതുകം തോന്നിപ്പോയി ആ പ്രോഗ്രാം കണ്ടപ്പെട്ടോ. എമ്മാതിരി ആംബിയൻസർ. അതേപോലെ അവരെ വീടിൻ്റെ ഉൾഭാഗം കാണും, അത്രയും വലിയ വീടാണിത്. എനിക്ക് തോന്നുന്നു കട്ടപ്പന ഭാഗത്ത് ഇപ്പോൾ ഏറ്റവും വലിയ വീട് വരെ വീടാണെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല, അങ്ങനെയാണ് ഇപ്പോൾ ഒരുവിധം ന്യൂസും കാര്യങ്ങളൊക്കെ എത്തുന്നത്. കാരണം ഗോൾഡൻ മുട്ടുണ്ട് ടേബിളിൻ്റെ മുകളിൽ. അതേപോലെ ഈ എസ്കലേറ്റർ ഇല്ലേ, നമ്മൾ ലിഫ്റ്റ് സൗകര്യം ഉണ്ട് വീടിൻ്റെ അകത്ത്. ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ മുമ്പൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ അധ്വാനിച്ച് ഇങ്ങനെ ഒരു വീടൊക്കെ വെക്കുന്ന സംഭവമല്ലേ ശരിക്കും പറഞ്ഞാൽ. എത്ര സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അതൊക്കെ ഓരോ ആൾക്കാരെ പേഴ്സണൽ ചോയ്സാണ്. കാരണം ഇങ്ങനെ വീടൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീമാണ് ശരിക്കും ഏതൊരാൾക്കും. നല്ലൊരു വീട്ടിലിരിക്കുക, നല്ല വീട്ടിൽ കിടക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണണം, വലിയ ആംബിയൻസ് നോക്കി നിങ്ങൾ കണ്ടോ. സോഫയൊക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. സ്വിമ്മിംഗ് പൂളാണ് വീടിൻ്റെ നടുവിൽ. അതേപോലെ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ, അവിടുത്തെ ഫുഡ് കൗണ്ടേഴ്സും കാര്യങ്ങളും വലിയ ഫുഡ് കൗണ്ടേഴ്സാണ്. ലൈറ്റിങ്ങിൻ്റെ മോശം കൊണ്ടാട്ടോ അങ്ങനെ തോന്നുന്നത്. കുറച്ച് നേരം അവിടെ ടൈമും കാര്യങ്ങളും സ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ റിസപ്ഷൻ്റെ അവിടെ ഡാൻസും കാര്യങ്ങളും നടക്കുന്നതിന് അവിടെ വരെ പോയി. അനിയനും അനിയത്തിയാണ് ഡാൻസ് കളിക്കുക. നല്ല പിള്ളേരാണ് കേട്ടോ, അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണത്തിനൊക്കെ പോയപ്പോൾ വലിയൊരു കല്യാണത്തിന് പോയതിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കല്യാണം കേട്ടോ. മീൻസ് അങ്ങനെ ഒരു ആംബുലൻസും ലംബോർഗിനി കാറും ഡിഫൻഡറും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവിധ വണ്ടികളുണ്ട്. കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് പ്രോഗ്രാമും കാര്യങ്ങളും എൻജോയ് ചെയ്ത് പിന്നെ ആ റൂമും വീടും കാണാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൗതുകം തോന്നി. ആ സ്വിമ്മിംഗ് പൂൾ കണ്ടോ നടുവിൽ, അടിപൊളിയല്ലേ സ്വിമ്മിംഗ് പൂളൊക്കെ. സെറ്റിങ് അങ്ങനെ വീടൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരു സ്വപ്നത്തിലൊക്കെ. ഞാനൊരിക്കലും ഇത്ര ലാവിഷാവൂല എന്തായാലും എൻ്റെ ലൈഫിൽ. കാരണം അതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ പറ്റട്ടെ, മീൻസ് അസൂയ അങ്ങനത്തെ കൺസെപ്റ്റില്ല കേട്ടോ. കാണുമ്പോൾ ഒരു ഇത് തോന്നില്ല നമുക്കൊരു വീട് ഇത്ര വലിയ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ പുറത്തിറങ്ങി ഡാൻസും കാര്യങ്ങളും ഉണ്ടായിന്, അടിപൊളി ഗംഭീര ഡാൻസ് അതിന്. അവിടെയുള്ള അവരൊക്കെ ഇങ്ങനെ വിളിച്ചാണ് ഡാൻസും കാര്യങ്ങളും കളിക്കാൻ വേണ്ടി. അങ്ങനെയും അടിപൊളി ആംബിയൻസിൽ ഡാൻസും കാര്യങ്ങളും പ്രോഗ്രാംസും അങ്ങനെ അങ്ങ് അടിപൊളിയാക്കി തന്നെ കളറാക്കി തന്നെ അവർ പരിപാടി. അങ്ങനെ തന്നെ വേണം പറയാൻ. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും അതേപോലെ അവരെ ഒരുമിച്ചുള്ള ഡാൻസും കാര്യങ്ങളും അങ്ങനെ പ്രോഗ്രാം അങ്ങോട്ട് പോകാട്ടോ. അടിപൊളിയല്ലേ ഡാൻസിങ്ങും കാര്യങ്ങളും. കുറച്ച് നേരം കണ്ടു നിന്ന് പിന്നെ രാത്രി വരെ ആയപ്പോഴേക്ക് ക്ഷീണിച്ചു പോയി. പിന്നെ തിരിച്ച് റൂമിലേക്ക് പോകാട്ടോ. ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, കണ്ടില്ലേ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനി. അപ്പോൾ തിരിച്ചതാ ഹോട്ടലിലെത്തി. ഇവിടെ ഹിൽട്ടൺ ഹോട്ടലിൽ ആ ചെക്കിന് ഇന്ന് പോവാണ്. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞ്. ഞാൻ ഒന്ന് എണീറ്റ ടൈമൊക്കെ വേറെയാണ്. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് എടുത്തൊക്കെ ഇങ്ങനെ ഗംഭീരമായി കുഴങ്ങി നിൽക്കാം. അങ്ങനെ ഷൂട്ട് ചെയ്ത് ചെക്കിന് ഞങ്ങൾ റൂമിലെത്തിയത്. അവിടെയാണ് റൂമൊക്കെ തന്നത്. എന്തെങ്കിലും ഒരു അടിപൊളി കല്യാണം കൂടി കിടിലം പരിപാടി. അവിടെയാണ് സംഭവം. ചെക്കിന് അങ്ങനെ നിതിനേട്ടൻ ഉറക്കായി. ചെങ്ങായിക്കൊന്നും ആവുന്നില്ല. സോക്സൊക്കെ അടിപൊളി വലിച്ചു വാരി ഒരു അനുസരണ ചെങ്ങായി. ആ ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഇങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യം. അവിടെ ചെങ്ങായി ഉണ്ടോ നല്ല ഉറക്കായി. കിളി ഉറങ്ങാൻ പോവാണ്. അങ്ങനെയാണ് ആ ഒരു ബ്ലോഗറുള്ള കാലിക്കറ്റ് ഫുഡൊക്കെ. അതാണ് അങ്ങനെ കളിയാക്കുന്നത് നിങ്ങൾക്ക്. അല്ലെങ്കിൽ പറഞ്ഞുതരാം. ഇത് കോഴിക്കോട്ടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്ലോഗറാണ് കോഴിക്കോട്ടിയോ. എങ്ങനെയാണ് ഇന്നത്തെ കല്യാണം എന്ന് തോന്നി? കല്യാണം കൂടിയപ്പോ ഫുഡൊക്കെ എങ്ങനെയുണ്ടായി? ഗംഭീരായിരുന്നോ? നല്ല ഫുഡായിരുന്നു. നല്ല ഡാൻസ് ആയിരുന്നു. പക്ഷെ രാവിലെ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വേഗം ഉറങ്ങിക്കോളി. ചെങ്ങായിന്റെ വീഡിയോസ് കാണണം. കാലിക്കറ്റ് ഫുഡൊക്കെ ആണ്. ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ മെൻഷൻ ചെയ്ത, സെർച്ച് ചെയ്ത് കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാ. ബൈ ഫ്രം നന്ദിട്ട് ബ്ലോഗർ.